ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ തൈരും പപ്പടമൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ ഊണ് റെഡിയാക്കുന്നത്. അപ്പോൾ പച്ചക്കറിയൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചില ദിവസമൊക്കെ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അന്നേരമൊക്കെ പെട്ടെന്ന് ഇതുപോലെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം തൈര് ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഊറ്റിയെടുത്തേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ തൈര് ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം യോജിപ്പിച്ച് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് താളിച്ചിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കടുക്, 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ്, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ചുവന്നുള്ളി, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2-3 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, എരിവ് കുറഞ്ഞതാണ് കേട്ടോ, അതുകൂടി വട്ടത്തിൽ അരിഞ്ഞതിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി നമുക്ക് ഈ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം അധികം എരിവോ ഇതൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലയും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പിട്ടത് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ കേർഡ് റൈസ് അങ്ങനെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് ഡിഷായിട്ടുള്ള പപ്പടത്തോരനും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കീറി വെച്ചിരിക്കുന്ന പപ്പടം ഒന്ന് കാച്ചിയെടുക്കാം. പിന്നെ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ച് നമ്മുടെ കൊണ്ടാട്ടം മുളകില്ലേ അതുകൂടി വറുത്തെടുക്കാം. സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പൊട്ടിയതിന് ശേഷം കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ ചതച്ച മുളക് കൂടി ഇട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കാച്ചി വെച്ചിരിക്കുന്ന പപ്പടം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഊണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ തൈര് ചോറും പപ്പടവും അച്ചാറും കൊണ്ടാട്ടം മുളകും കൂടി ഒരു പിടി പിടിച്ചാണ്ടല്ലോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.